ഉത്തർപ്രദേശിൽ അണിയറയിൽ വമ്പൻ നീക്കങ്ങൾ. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തെ പ്രമുഖ നേതാക്കൾക്ക് നേരെ വൻ വധഭീഷണിയുണ്ടെന്ന ഞെട്ടിക്കുന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കേവലം ഒരു സുരക്ഷാ വർധനവിനപ്പുറം യു പിയിലെ 52 മുൻനിര നേതാക്കൾക്കാണ് അടിയന്തരമായി 10 ലക്ഷം രൂപ വില വരുന്ന അത്യാധുനിക ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ സർക്കാർ നൽകിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ നേതാക്കളെ തോക്കിൻ മുനയിൽ നിർത്താൻ ശ്രമിക്കുന്നത് ആരാണ്? യോഗി ആദിത്യനാഥിന് നേരെ വൻ ആക്രമണത്തിന് ഗൂഢാലോചന നടക്കുന്നുണ്ടോ? യു പിയിലെ ഈ വൻ സുരക്ഷാ വിന്യാസത്തിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. 2027 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്ത് സമാനതകളില്ലാത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. വിപണിയിൽ 10 ലക്ഷത്തോളം രൂപ വില വരുന്ന അത്യാധുനിക ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകളാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉൾപ്പെടെയുള്ള 52 പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾക്കായി വിതരണം ചെയ്യുന്നത്. പ്രതിപക്ഷ നേതാക്കളായ അഖിലേഷ് യാദവും മായാവതിയും ഒക്കെ ഈ സുരക്ഷാ പട്ടികയിൽ ഉണ്ടെങ്കിലും സംസ്ഥാനത്തെ മാഫിയകളുടെയും അധോലോകത്തിന്റെയും പ്രധാന ലക്ഷ്യം മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തന്നെയാണ് എന്ന കാര്യം വ്യക്തമാണ്. അതീവ സുരക്ഷാ ഭീഷണിയുള്ള 8 നേതാക്കൾക്ക് ആദ്യഘട്ടത്തിൽ തന്നെ ഈ ജാക്കറ്റുകൾ കൈമാറിക്കഴിഞ്ഞു. ബാക്കിയുള്ള 44 പേർക്ക് രണ്ടാം ഘട്ടത്തിലും വിതരണം ചെയ്തു. ഉത്തർപ്രദേശിലെ ഗുണ്ടാ മാഫിയ സംഘങ്ങളെ ബുൾഡോസർ കയറ്റി വേരോടെ പിഴുതെറിഞ്ഞ യോഗി സർക്കാരിനോടുള്ള പ്രതികാരം തീർക്കാൻ വലിയൊരു ഗൂഢാലോചന അണിയറയിൽ നടക്കുന്നുണ്ടെന്നാണ് ഈ അടിയന്തര സുരക്ഷാ വർധനവ് നൽകുന്ന സൂചന. 11 ക്യാബിനറ്റ് മന്ത്രിമാർക്കും മുതിർന്ന BJP നേതാവ് അപർണ യാദവിനും ഉൾപ്പെടെ ഈ സുരക്ഷ ലഭിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ 98 പ്രമുഖ വ്യക്തികൾക്ക് വിവിധ കാറ്റഗറികളിലായി പ്രത്യേക സുരക്ഷയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. സുരക്ഷാ ഒരുക്കങ്ങൾക്കൊപ്പം തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളും BJP ശക്തമാക്കുകയാണ്. മുതിർന്ന നേതാവ് വിനോദ് ധാവ്ഡെയെ യു പിയുടെ പുതിയ തെരഞ്ഞെടുപ്പ് ഇൻചാർജായും ജഗദീഷ് ഈശ്വർ ഭായ് പട്ടേലിനെ കോ ഇൻചാർജായും പാർട്ടി നിയമിച്ചു കഴിഞ്ഞു. യോഗി ആദിത്യനാഥിനെതിരെ മുൻപും നിരവധി തവണ വധഭീഷണികൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ നേതാക്കളെ തോക്കിൻ മുനയിൽ നിർത്താനുള്ള ഏതൊരു അധോലോക നീക്കത്തെയും മുൻകൂട്ടി കണ്ട് തകർത്തെറിയാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് ഈ വൻ സുരക്ഷാ വിന്യാസം. മാഫിയകളുടെ ഒരു ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കില്ല എന്ന യു പി സർക്കാരിന്റെ അതിശക്തമായ സന്ദേശം കൂടിയാണ്.